ഫ്രണ്ട്സ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെർമനന്റ് വേക്കൻസിയാണ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ 1 ലാഖിൻ്റെ അടുത്ത് സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോസ്റ്റാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റിലായിട്ട് അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിലായിട്ടും പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് എവിടേക്കാണ് പോസ്റ്റിംഗ് ലഭിക്കുക, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എന്താണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ അപേക്ഷ നൽകാം എന്നുള്ള കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷനെ കുറിച്ചിട്ടും ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സയൻറ്റിസ്റ്റ് ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്ന. അഡ്വർടൈസ്മെന്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പേ ലെവൽ 10 ആണ് വരുന്നത്. ഇതിൻ്റെ പേ ലെവൽ കാണാമെങ്കിൽ 56,100 മുതൽ 1,70,500 വരുന്നത്. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എല്ലാ അലവൻസും ഉണ്ടായിരിക്കും കേട്ടോ, ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഇത് സയൻറ്റിസ്റ്റ് ബി എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 25 വേക്കൻസിയാണ്. ഏകദേശ വേക്കൻസിയാണ് കേട്ടോ, അപ്രോക്സിമേറ്റ് വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം നോക്കേണ്ട, നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. ജനറൽ 10, EWS 4, SC 4, OBC 6, ST 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പോസ്റ്റ് വൈസ് അല്ലെങ്കിൽ കാറ്റഗറി വൈസ് വേക്കൻസീസും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വിവിധ ഡിസിപ്ലിൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളിവിടെ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതിലേക്ക് നിൽക്കണം, ഒന്ന് ഹൈഡ്രോളജിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ ഒരു വേക്കൻസി, SC ഒരു വേക്കൻസി, OBC ഒരു വേക്കൻസി, 3 വേക്കൻസി. ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിൽ വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസർവേഷനോ മറ്റു റിലാക്സേഷനോ ലഭിക്കില്ല എന്നുള്ളൂ. ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഈ പറയുന്ന വാട്ടർ റിസോഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഹൈഡ്രോളജിയിലോ അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനിലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി അതായത് PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് BE or BTech ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പ്ലസ് പക്ഷേ കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ ഈ പറയുന്നത് വാട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ഹൈഡ്രോജിയോളജി അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് BE or BTech പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വാട്ടർ റിസോഴ്സസ് ഹൈഡ്രോളജി സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എന്താണ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മളതിൽ പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് റൂൾസ് കാര്യങ്ങളുടെ പറഞ്ഞുതരാം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മാൻഡറ്ററി അല്ല, നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിശ്ചിത വെയിറ്റേജ് ഒക്കെ കിട്ടും സെലക്ഷൻ്റെ സമയത്ത്, അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ പത്തോളജി ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു വേക്കൻസി ജനറൽ, 1 EWS 1 OBC അങ്ങനെ 3 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ പ്ലാന്റ് പത്തോളജി ആണ്. അപ്പോൾ പ്ലാന്റ് പത്തോളജിയിലുള്ള ഫസ്റ്റ് ക്ലാസ് PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഫസ്റ്റ് ക്ലാസ് എങ്ങനെയാണ് കണക്കാക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണിയോ അല്ലെങ്കിൽ ഫോറസ്ട്രിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മൈക്രോബയോളജിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഫോറസ്ട്രിയോ അല്ലെങ്കിൽ ബോട്ടണിയിലോ ഉള്ള ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി, ആ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ഈ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കണം. അതായത് പ്ലാന്റ് പത്തോളജി അല്ലെങ്കിൽ ഫോറസ്റ്റ് പത്തോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഒരു ഇലക്റ്റീവായ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ഇലക്റ്റീവ് സബ്ജക്റ്റായിട്ട് പ്ലാന്റ് പത്തോളജി അല്ലെങ്കിൽ ഫോറസ്റ്റ് പത്തോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഈ പറയുന്ന ബോട്ടണി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ അല്ലെങ്കിൽ മൈക്രോബയോളജി ഇതാണ് മെയിൻ കോർ സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന പ്ലാന്റ് പത്തോളജിയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പത്തോളജിയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഫസ്റ്റ് ക്ലാസ് PG ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി PhD ഉള്ളവർക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ട്, അത് ഒരു നിശ്ചിത മാർക്കാണ് കേട്ടോ, ഒരു വെയിറ്റേജ് ആണ് അവർ കൊടുക്കുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ കെമിസ്ട്രി ആണ്, പോസ്റ്റ് കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ 3 വേക്കൻസിയാണ്. ജനറൽ വേക്കൻസി ഇല്ല, EWS 1, SC 1, OBC 1 അങ്ങനെ 3 വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഫസ്റ്റ് ക്ലാസ് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് PGയിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എന്താണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. PhD ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റേജ് ഉണ്ടായിരിക്കും. ഇനി എല്ലാ പോസ്റ്റിലേക്കും PhD എന്താണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആട്ടോ. PhD ഉള്ളവർക്ക് എന്താണ് ഒരു നിശ്ചിത മാർക്ക് ഇൻ്റർവ്യൂവിനാണ് അവർ കൊടുക്കുന്നത്, റിട്ടൺ ടെസ്റ്റിനൊന്നല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്തത് പോസ്റ്റ് കോഡ് സോയിൽ സയൻസ് ആണ്. ഒരു വേക്കൻസി ജനറൽ ഉണ്ട്, ജനറൽ മാത്രമേ വേക്കൻസി ഉള്ളൂ, റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല. അപ്പോൾ ജനറൽ വേക്കൻസി എന്നുള്ളത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും ഈ പറയുന്ന SC ST OBC EWS ഏത് കാറ്റഗറി ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോയിൽ സയൻസ് ആണ്. സോയിൽ സയൻസിലുള്ള PG ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോറസ്ട്രി, അഗ്രികൾച്ചർ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന PGയോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന സോയിൽ സയൻസ് നിങ്ങൾ എന്താണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഫോറസ്റ്റ് ഇക്കണോമിക്സ് ആണ്. ഇതിൽ ജനറലാണ് ഒരു വേക്കൻസി. അതിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ, റിസർവ് വേക്കൻസി ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇൻ ഫോറസ്ട്രിയിലുള്ള PG ആണ് വേണ്ടത്. പക്ഷേ ഫോറസ്റ്റ് എക്കണോമിക്സ് സ്പെഷ്യലൈസേഷൻ വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഫോറസ്റ്റ് എക്കണോമിക്സ് ഒരു ഇലക്ടീവ് സബ്ജക്റ്റൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ പറയുന്ന നിങ്ങളുടെ കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ കോർ ഡിസിപ്ലിൻ ഫോറസ്ട്രി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ PhD ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും. ഇനി PhD യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. വീണ്ടും ഞാൻ പറയുകയാണ്, തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ടാണ്. ഇനി അടുത്തത് ബോട്ടണിയാണ്. ഇതിലേക്ക് ജനറൽ 1, AWS 1, SC 1, OBC 1, ST 1 അങ്ങനെ 5 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബോട്ടണിയിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. ബോട്ടണിയിലുള്ള PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, പ്ലാൻ ടാക്സോണമി നിങ്ങൾ അതിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്, സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഫോറസ്ട്രി ആണ്. ഇതിലേക്ക് ജനറൽ 1, AWS 1, SC 1, OBC 1 അങ്ങനെ 4 വേക്കൻസിയാണ്. STക്ക് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആണ്. ഫോറസ്ട്രിയിലുള്ള ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഫോറസ്റ്റ് ഇക്കോളജി ആൻഡ് എൻവയറൺമെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. 2 വേക്കൻസി ജനറൽ ഉണ്ട്, 1 വേക്കൻസി OBCക്ക് ഉണ്ട്. 3 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇക്കോളജി ആൻഡ് എൻവയറൺമെൻറ്റ് അല്ലെങ്കിൽ എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബോട്ടണി, ഫോറസ്ട്രി, ലൈഫ് സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഫോറസ്റ്റ് ഇക്കോളജി അല്ലെങ്കിൽ എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റോ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വെച്ചിട്ടും അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എൻറ്റമോളജി ആണ്, 1 വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് സുവോളജി അല്ലെങ്കിൽ ഫോറസ്ട്രിയിൽ നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. ആ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ തന്നെ നിങ്ങൾ എൻറ്റമോളജി അല്ലെങ്കിൽ ഫോറസ്റ്റ് എൻറ്റമോളജിയോ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടെങ്കിലും പഠിച്ചിരിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എൻറ്റമോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എൻറ്റമോളജി കഴിഞ്ഞവരാണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് ഇവിടെ കാണാൻ ജെനറ്റിക്സ് ആണ്. 1 വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. വേക്കൻസിൻ്റെ എണ്ണം ഒരിക്കലും നോക്കരുത്, ഇവിടെ അപ്രോക്സിമേറ്റ് വേക്കൻസി ആണ്. അപ്പോൾ വിവിധ ഇടങ്ങളിലായിട്ടൊക്കെ പോസ്റ്റിംഗ് ലഭിക്കാവുന്ന കാറ്റഗറി ആയതുകൊണ്ട് തന്നെ വേക്കൻസി ഒക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. ജെനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിങ്ങിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലാൻ ജെനറ്റിക്സിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോറസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ ആ ഒരു PGയിൽ നിങ്ങൾ ഈ പറയുന്ന ജെനറ്റിക്സോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ജെനറ്റിക്സോ അല്ലെങ്കിൽ ട്രീ ഇംപ്രൂവ്മെൻറ്റോ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇലക്ടീവ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും വേക്കൻസി ഡീറ്റെയിൽസും. ഇനി ഇവിടെ സ്പെഷ്യലൈസേഷൻ്റെ മീൻസ് എന്താണെന്നുള്ള വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോർ സബ്ജക്റ്റ് നിങ്ങൾ എന്താണ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന PG നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കോർ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ മെയിൻ ഡിസിപ്ലിൻ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ഗ്രാജുവേഷനിൽ അല്ലെങ്കിൽ PGയിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ PG ആണെങ്കിൽ PGയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവർ പറയുന്നത് സ്പെഷ്യൽ അല്ലെങ്കിൽ ഇലക്ടീവ് പേപ്പർ അല്ലെങ്കിൽ ഇലക്ടീവ് കോഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ കോഴ്സിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഷീറ്റിലൊക്കെ അത് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന ജെനറ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫോറസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ അഗ്രികൾച്ചർ PG കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് അവരുടെ മാർക്ക് ഷീറ്റിൽ എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും നിങ്ങൾക്കൂടെ കാണാൻ ജെനറ്റിക്സോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ജെനറ്റിക്സോ അല്ലെങ്കിൽ ട്രീ ഇംപ്രൂവ്മെൻറ്റ് ഇതിലേതെങ്കിലും എന്താണ് ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ നമ്മുടെ മാർക്ക് ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്ന സർട്ടിഫിക്കറ്റിലോ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. അതായത് നമ്മളൊരു സബ്ജക്റ്റായിട്ട് ഇത് പഠിച്ചിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ ഈ മാസ്റ്റേഴ്സിലുള്ള തീസിസിലൊക്കെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ ഇവർ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ
മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കോർ ഡിസിപ്ലിൻ നമ്മൾ നോക്കണേ. ഈ കോർ ഡിസിപ്ലിനിലായിരിക്കണം നമ്മൾ PG കഴിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു എന്താണ് അക്കാദമിക് ഇയറിൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ സ്പെഷ്യലൈസേഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇലക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തീസിസ് വർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസർട്ടേഷനിലോ നമ്മൾ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു പേപ്പർ മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അത് പരിഗണിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ജസ്റ്റ് നമ്മളെന്താണ് ഒരു ചെറിയൊരു ഭാഗമായിട്ട് എന്തെങ്കിലും പഠിച്ചു പോയാൽ പോരാ. നമ്മുടെ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ തീസിസിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസർട്ടേഷനിലോ അതിലൊക്കെ എന്താണോ അത് പ്രത്യേകമായിട്ട് മാർക്ക് ഷീറ്റിലൊക്കെ അത് മെൻഷൻ ചെയ്തിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ 3 വേ ആണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നിങ്ങൾ ഫസ്റ്റ് ക്ലാസിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിലോ ഫസ്റ്റ് ക്ലാസ് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അതിനെ കണ്ടീഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. ഓക്കെ, ഇനി അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റിലും അത് മെൻഷൻ ചെയ്തോളൊന്നുമില്ല. ചില സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കാണാം CGPA 6.5 അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 7 8.5 അല്ലെങ്കിൽ 8 ഇങ്ങനെയൊക്കെ നമ്പർ ആയിരിക്കും കിട്ടിയിരിക്കുക. ചില സർട്ടിഫിക്കറ്റിൽ നമുക്ക് പെർസെൻറ്റേജ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. 75% അല്ലെങ്കിൽ 65% എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് നിങ്ങളൊന്ന് നല്ല ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിൻവശത്തായിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട് CGPA × പെർസെൻറ്റേജ് കൺവേർഷൻ ഫോർമുല കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിന് ഇത്ര എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, സെക്കൻഡ് ക്ലാസ്സിന് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിലൊക്കെ അവിടെ പെർസെൻറ്റേജ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. അതല്ല പ്രത്യേകിച്ച് യാതൊരുവിധ രീതിയിൽ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ യാതൊരുവിധ എന്താണ് കാര്യങ്ങളും അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത്, എങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് എന്നുള്ളതിൻ്റെ യാതൊന്നും വിശദമാക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ അവിടെ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. അതായത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ പെർസെൻറ്റേജ് ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. അപ്പോൾ ആ കൺവേർഷൻ ഫോമുല അല്ലെങ്കിൽ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ തീർച്ചയായിട്ടും റിജക്റ്റ് ആയി പോകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 80, 85% അല്ലെങ്കിൽ 90% എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകമായിട്ട് എന്താണ് അത് ഈ പറയുന്ന 90% അത് എത്ര എന്താണ് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ അങ്ങനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താണ് ഇപ്പം അവിടെ ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പെർസെൻറ്റേജ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ആയി കണക്കാക്കാം എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് നിങ്ങൾ അത് സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അത് സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം ഡോക്യുമെൻസിൻ്റെ കൂടെ പ്രൂഫായിട്ട്. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സാം നടക്കാം എന്നുള്ളതാണ്. അത് ഡിപ്പെൻസ് ഓൺ അപേക്ഷയുടെ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും. ഏജ് ലിമിറ്റ് ആണ് ഇനി അടുത്തത്. മിനിമം 21 ഏജ് കണക്ക് പൂർത്തിയാകണം, മാക്സിമം 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് കഴിയാൻ പാടില്ല, 21 വയസ്സ് പൂർത്തിയാവുകയും വേണം കേട്ടോ. ഇനി OBC കാൻഡിഡേറ്റ്സ് OBC NCL ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെയും SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള എമൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരുപാട് അപേക്ഷകരൊന്നും വരാൻ സാധ്യതയില്ല ഈ ഒരു എമൗണ്ട് കാരണം തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ഉറപ്പുണ്ട്. സിലബസ് ഒക്കെ ഞാൻ കാണിക്കാം. സിലബസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ടോട്ടൽ ഫീ വരും 2000 രൂപ വരും. അത് എക്സാം ഫീ ആയിട്ടും പ്രോസസ്സിംഗ് ഫീ ആയിട്ടും വരുന്നത്. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2000 തന്നെയാണ് വരുന്നത്. SC/STക്ക് അവിടെ എക്സാം ഫീ ആയിട്ടില്ല, പക്ഷേ അവർക്ക് പ്രോസസ്സിംഗ് ഫീ അടയ്ക്കണം, 1000 രൂപ അവരും ഫീ അടയ്ക്കണം. അപ്പോൾ നല്ല എമൗണ്ട് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. ദെൻ ഇതിൻ്റെ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കീം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടായിരിക്കുക, അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ 400 മാർക്കാണ് വരിക. ഒന്ന് ശരിയല്ല 1 മാർക്കാണ് വരിക കേട്ടോ. ഓക്കെ, 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള. തെറ്റായി രേഖപ്പെടുത്തിയാൽ 1 മാർക്ക് നെഗറ്റീവായിട്ടും രേഖപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ എന്ത് ചെയ്യും പിന്നീട് അറിയിക്കും കേട്ടോ. ഓക്കെ, ഡിസിപ്ലിൻ വൈസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുകയും ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക. അടുത്ത ഘട്ടം ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് 70 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഈ 70 മാർക്കിൻ്റെ 5% നമ്മുടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, അതായത് PhD ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് റിട്ടൺ എക്സാമിനേഷൻ എക്സ്ട്രാ വെയിറ്റേജ് ഒന്നും അവർ പറയുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് എന്താണ് 70 മാർക്കിൻ്റെ 5% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3.5 മാർക്ക്, 70-ൽ 3.5 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അതായത് PhD കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് PhD കഴിഞ്ഞവർക്ക് ഉണ്ടാകുക കേട്ടോ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അവർ പിന്നീട് അറിയിക്കുകയാണ് ചെയ്യുക. ഓക്കെ,
ഇനി അടുത്തത് നമുക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് യൂണിറ്റിൽ ഏത് സെൻറ്ററിൽ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഡെറാഡൂൺ, അതുപോലെ നിങ്ങൾക്ക് ജബൽപൂർ, ജോധ്പൂർ, കോയമ്പത്തൂർ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബാംഗ്ലൂർ ഉണ്ട്. ഇവിടെ കാണാം ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൻഡ് കോപ്പി ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. 100 KB മുകളിൽ പോകാൻ പാടില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ബ്ലാക്ക് ഓർ ബ്ലൂ ഏത് ഇങ്കാണെങ്കിലും കുഴപ്പമില്ല. 100 KB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കാൻഡ് കോപ്പി ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫിന് വേണ്ടിയിട്ടും, പിന്നെ നിങ്ങളുടെ SC/ST OBC അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് തരാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് 1 to 5 MB ആണ് അതിൻ്റെ ഒരു ഫയൽ സൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടുതൽ 5 MB കൂടുതൽ പോകാൻ പാടില്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 16 മുതൽ നിങ്ങൾക്ക് ഇതാ ജൂലൈ 15 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജൂലൈ 15 ഏജും എലിജിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ജൂലൈ 15 വരെ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക്കുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoCL എജുലാൻഡിൻ്റെ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. പിന്നെ ISRയുടെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ചാനൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിൽ കാണാം ICFR എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ. ഇവിടെ ICFR റിക്രൂട്ട്മെൻറ്റ് അത് ഓപ്പൺ ആക്കാം. ജസ്റ്റ് ICFR. അപ്പോൾ ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഇത് താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവില്ല റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ICFR നമ്മുടെ വെബ്സൈറ്റ് ഇത് അവിടെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നീ ഗൂഗിൾ ചെയ്താലും മതിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ GeoCL എജുലാൻഡിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ICFRയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാ ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഇൻസ്റ്റയിലൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക. നമുക്ക് സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആയി വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും. ജനറൽ ഇൻസ്ട്രക്ഷൻ, അതുപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, അതായത് നമ്മുടെ SC/ST കൂടെ കാണാം. SC/ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ SC/ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കിട്ടും. ഇതൊക്കെ ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണത്. ഓക്കെ, ഇതേ സെയിം ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. അതിൽ തന്നെ ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടുണ്ടാവും കേട്ടോ. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സിഗ്നേച്ചറും ഇതൊക്കെ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. മറ്റേത് നമുക്ക് താലൂക്കിൽ നിന്ന് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത് തരേണ്ടതാണ് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇപ്പോൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതും ഒന്നൊരു സെൽഫ് ഡിക്ലറേഷൻ പോലെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, പിന്നെ അടുത്തത് PH എന്നുള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ള വിദ്യാർത്ഥികളാണ്. പിന്നെ AWS കാറ്റഗറി കേട്ടോ. അങ്ങനെ 4 കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇനി എക്സാമിനേഷൻ സ്കീം ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി സിലബസ് ഇതവിടെ സിലബസ് കാണാം. ബോട്ടണി, കെമിസ്ട്രി ഓരോ സബ്ജക്റ്റ് വൈസ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ആ PDF-ൻ്റെ നേരെ നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വലിയ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് ഫീ അടിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് വരാം. വീണ്ടും ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹോം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നോക്കണം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു ജൂൺ 16, ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 15. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഗ്രീൻ ഇവിടെ കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഇൻസ്ട്രക്ഷൻ ഇത് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് നോക്കണം. എന്നിട്ട് താഴോട്ട് ഇവിടെ ആക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമോ നമ്മൾ ഏത് പോസ്റ്റിനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യണം. ഹൈഡ്രോളജി ആണെങ്കിൽ ഹൈഡ്രോളജി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് വേണ്ടത്. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 1 മുതൽ എനിക്ക് സ്റ്റെപ്പ് 6 സ്റ്റെപ്പാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റെപ്പ് 2 പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്റ്റെപ്പ് 3 നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, സ്റ്റെപ്പ് 4 ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ്, പിന്നെ പ്രിവ്യൂ ആണ്, പിന്നെ പ്രിൻ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മാത്രമായിട്ടും ചെയ്തു തരാവുന്നതാണ് കേട്ടോ ഡെമോ വീഡിയോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. അവർ ബിസി അല്ലെങ്കിൽ അവർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്